പിന്നെ മനോട്ടെ ഈ പാണമ്പള്ളത്തേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് വെറുതെ ഉണ്ടാക്കിയൊരു സാധനമല്ല, അതൊരാൾ പറഞ്ഞിരുന്ന സംഭവമാണ്. പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ വിനോദ് കടാമംഗലം, പിന്നെ പ്രദീപേട്ടൻ, മാളബാബു, അവരൊക്കെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു മ്യൂസിക് ടീം. അപ്പോൾ ഒരു മാട്ടപ്പരിപാടി അന്നത്തെ ഹിറ്റാണ് അവർ പോണത്. അപ്പോൾ എടവനക്കാട് വിജയൻ ചേട്ടൻ ഉണ്ട്, ഓസ്കാറിലൊക്കെ ഉണ്ടായിരുന്നു. വിജയൻ ചേട്ടൻ്റെ നാട്ടിൽ, വിജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചുറ്റും പാടങ്ങളും ഇതൊക്കെയാണല്ലോ പുള്ള വീടിൻ്റെ ഏരിയ. പുള്ളി മീൻ പിടുത്തമൊക്കെ ഉണ്ട് അവിടെ, മീൻ പിടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ വിജയൻ ചേട്ടൻ്റെ ആ ക്ലബ്ബിൽ, അവിടെയാണ് ക്ലബ്ബിൽ ഒരു പരിപാടി പുള്ളി പിടിച്ചൊക്കെ. അപ്പോൾ ഈ പ്രതിവേട്ടൻ എല്ലാവരും ചെന്നിട്ടുണ്ട് അവിടെ. ആ പുള്ളിയാണ് അനൗൺസർ. പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രിയമുള്ള കലാസ്നേഹികളെ അടുത്തായിട്ട് വരാൻ പോകുന്നത് അങ്ങനെയൊന്നും പറയില്ല. പിന്നെ പുള്ളി വിളിക്കണോ സിമ്പിളായിട്ട് പുള്ളി പരിപാടി തുടങ്ങിയാണ്. അപ്പോൾ പ്രദീപ കയറിവാടാ, ഇത് പ്രദീപൻ, കേദാരം പ്രദീപൻ, അസലായിട്ട് അവൻ കുടിയും ചെയ്യും, പിന്നെ അതൊക്കെ ചെയ്യണ നല്ല, പിന്നെ സ്റ്റാർ സത്യനൊക്കെ ചെയ്യും. ഓക്കെ, നിങ്ങൾ മാറിക്കടാ വിനോദേ കയറിവാടാ, വിനോദ് വന്ന്. അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട്, പിന്നെ എന്നെ കുറിച്ച് പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ ഇതല്ലെങ്കിൽ എനിക്ക് വടി വെച്ച് പാടത്ത് വടി വെച്ച് പണം വളർത്തിച്ച് കൊങ്ങ പൊട്ടിച്ച് വെയിലത്തിട്ട് ഉണക്കിയാൽ എനിക്ക് എൻ്റെ കാശ് കിട്ടും. അയ്യോ പുള്ളി പറയുന്നത് എനിക്കിപ്പോൾ ഇതില്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യമില്ലാന്ന്. എനിക്ക് വടി വെച്ച് പണം വളർത്തി പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കാശ് കിട്ടും ഉണക്കിയാൽ. അങ്ങനെ പറഞ്ഞു അതിന് ഞാനത് ഡെവലപ്പ് ചെയ്ത് വേറെ മാറ്റിയെടുത്താണ്. കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത, കേശവാ നിൻ മീശയിൽ ചെറുപയറു കറിയുടെ സാമ്പിളോ, ചോറു തിന്നാ കൈകൾ ഒന്നു കഴുകിടാനായി സാധ്യമോ, കഴുകിടാനായി മോഹം കയ്യിൽ വേസ്റ്റ് പോലും ഇല്ലതേ, ഇനിയുമീ ഹോട്ടലിൽ കയറാനായി മോഹം, ശ്രീരാജുമായി വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാൻ പാൽ പായസം, ചോറിൻ്റെ കൂടെ കറികളും അതിലേറെയ ആക്രാന്തമോടെ തിന്നു ഞാൻ, വയറിൻ്റെ ഉള്ളിൽ സ്തംഭനം, ഇനി ജ്യൂസൊരൽപ്പം മോന്തിടാ, ശ്രീരാജുമായി വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാ. നന്നായിട്ട് പാടണ്ട, അതിൻ്റെ ഒരു ഭംഗി വേറെ ഉണ്ട്.